ഹലോ മച്ചാമാരെ, ഡ്രീം വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ നായകനായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് റിയാക്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമുക്ക് വീഡിയോ എടുത്തിട്ട് വീഡിയോ നോക്കി നോക്കാം എങ്ങനെയാണ് നമ്മുടെ പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്ത് എടുത്തു വെച്ചേക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം. എന്റെ മക്കളല്ല എന്നെ പിന്തുണച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ അവരാണ് എന്റെ മക്കൾ. ആശീർവാദ് നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് വലിയ ശത്രുക്കളായിരുന്നു. ഇന്ദ്രജിത്തിന്റെ കേരളത്തിലെ കപടമതേതരവാദികൾ ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश का. അത്ര ചില്ലറ കയ്യല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പൊളിയാണ്. ഒരു രക്തബന്ധത്തിന്റെ വിലയുണ്ട്. खाने के लायक ही नहीं होगा. वर्षों से वो एक नजर आते हैं. ये रखा गलत Stephen, where is he? Now you're going live. Come on, man. इनको समझ नहीं आंखें सब देख रही है. किताबी नहीं उत्तर नहीं मिलेगी दुनिया. ये रिटिन हुआ. अब इसमें बैलेंस हो गया. वाह, बड़े लालेटन. की स्तुति ആയിരിക്കട്ടെ. ഞാൻ അല്ലാതെ ഇനി ലോകത്തിൽ രക്തബന്ധമെന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിപ്പോയാണ്. അയാളെ എന്തിനാണ് സെലക്ട് നമ്മളറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിൽ. ദൈവബന്ധം തന്നെ തെറ്റ് ചെയ്യുന്നു. ചെറുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കുക. Because the enemy of an enemy is a friend. Lucifer. Sorry. പൃഥ്വിരാജേട്ടൻ Sorry, Masud. സെയിം. We have to end this war. എന്തൊക്കെയോ വലിയ വിശേഷത ഉണ്ട്. കമ്പാക്ക് See, ഒട്ടം മോനെ. not so much. ഒട്ടം മോനെ. അത് വിളിച്ചു. എമ്പുരാൻ. But answer this one question. Who are you really? Lucifer. മുരളി ഗോപി, പൃഥ്വിരാജ്, ഡയറക്ടർ ബൈ IMAX on 27th March 2025. അപ്പൊ മച്ചോനെ അന്യായ മേക്കിംഗ് ആണ് മോനെ, അന്യായ മേക്കിംഗ് ആണ്. സത്യം പറഞ്ഞ ലൂസിഫറിനെക്കാട്ടും എന്താ പറയാ, ആ കളർ ഗ്രേഡിങ് ആയാലും ഇല്ലെങ്കിൽ ഓരോ സീൻസ് ആയാലും സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് ആ മോതിരം ഇങ്ങനെ വലിച്ചെടുന്നൊരു സീനുണ്ട് മോനെ. വേറെ ലെവൽ സാധനമായിരുന്നു അതിന്റെ ഒരു മേക്കിങ്. സത്യം പറഞ്ഞാൽ പൃഥ്വിരാജ് വേറെ ലെവൽ അത് സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ 27 അറിയാം എമ്പുരാൻ എവിടം വരെ എത്തുമെന്നുള്ളു. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്ന ഒരുപാട് ബുക്കിങ്ങും കാര്യങ്ങളും ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ലാലേട്ടന്റെ ഒരു എന്താ പറയാ ഏറ്റവും വലിയ കംബാക്ക് ആയിരിക്കും ആഫ്റ്റർ ലോങ് ടൈം. ലാലേട്ടൻ തീർന്നു, ലാലേട്ടന്റെ സിനിമ തീർന്നു, ലാലേട്ടൻ പോയി വീട്ടിലിരിക്കുന്നു പറഞ്ഞ ടീംസിനൊക്കെ
വായില് അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കുന്ന രീതിയിലൊരു പടമായിരിക്കും ഇത്. അപ്പൊ ഗൈസ് എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാ. പടം നല്ല വിജയിക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ പൃഥ്വിരാജ് ഡയറക്ഷൻ വേറെ ലെവലായിരുന്നു. അപ്പോൾ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്തെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ കണ്ടിട്ട് ടോവിനെ നല്ല വില്ലൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അതുപോലെ ആ ബ്ലാക്ക് ഇതുവരെയായിട്ടും തിരിച്ചറിയാൻ പറ്റില്ല. കുറെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നു ഫഹദ എന്ന് കുറെ പേര് പറയുന്നു, പിന്നെ കുറെ പേരുടെ പേരുകൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആരെയും തോന്നിയതും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ see you guys, see you.